ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിതാ കുറച്ച് ദൂരത ആ വഴി തൊട്ട് ഇവിടം വരെ നടന്നു വന്ന് ഇവിടുന്ന് നമ്മൾ പിന്നെ ഓട്ടോയ്ക്കാണ് പോകുന്നത്. കുറച്ചിങ്ങ് നടന്നെത്തി. അവിടെ ഒരു അഭിമന്യു സ്മാരക ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഓട്ടോയ്ക്ക് വേണം കയറി പോകാൻ. അപ്പോൾ ഒരു കാറ് നിർത്തി തന്നായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് കയറി ഇരുട്ടിയിലെത്തി. ഇനി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങളത് കടയിലേക്ക് കയറി ബാത്റൂമിലേക്ക് വേണ്ട ബ്രഷ് അതുപോലത്തെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. പിന്നെ അടുക്കളയിലേക്കും ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് പിന്നെ ഞാനവിടെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്നെടുത്ത് നോക്കിയിട്ടൊക്കെ ഞാൻ ഇറങ്ങി വന്നുള്ളൂ. മേടിച്ചില്ലെങ്കിലും ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തൊക്കെ നോക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ബില്ലൊക്കെ അടച്ചതിന് ശേഷം ഞങ്ങൾ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കടയിൽ, അതുകൊണ്ട് കുറച്ച് താമസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതെല്ലാം മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വന്നത് ചെരുപ്പ് വാങ്ങിക്കാനാണ്. അപ്പോൾ ചെരുപ്പൊക്കെ നോക്കി വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് ചെരുപ്പിൻ്റെ കാര്യം മേടിച്ചതൊക്കെ നോക്കുന്നത്. ഞങ്ങളപ്പോൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയതാണ്. പിന്നെ അവിടെ നിന്ന് ഒരു പഴംപൊരിയും 2 പപ്സുമാണ് വാങ്ങിച്ചത്. അപ്പോൾ റിച്ചുവിന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ റിച്ചുവിന് സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. പിന്നെ സച്ചു എന്തോ ഫാലൂദയോ പറഞ്ഞത്, അതും കൊണ്ടുവന്നു. ഞാനും ചേട്ടായി ഫ്രൂട്ട് സലാഡാണ് കഴിച്ചത്. അപ്പോൾ എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ചേട്ടായി പറയുന്നുണ്ട് എപ്പോഴും ഒരു ചേഞ്ച് വേണ്ടേ, ഒരേ സാധനം തന്നെ കഴിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഫ്രൂട്ട് സലാഡ് മേടിച്ചത്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ റിച്ചുവിന് കൊടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും ചിക്കു ഷേക്ക് മേടിച്ചു. എനിക്ക് എപ്പോഴും കഴിക്കുന്ന എന്താണോ അതിന്ന് മാറ്റം വരുത്തി ഒന്നും കഴിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ സ്ഥിരമായിട്ട് കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ എന്നിട്ട് പിന്നെ മാറ്റിയിട്ട് എനിക്ക് ചിക്കു ഷേക്ക് കൊണ്ട് തന്നു. അങ്ങനെ അതും കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു, തണുപ്പങ്ങ് ചെന്നപ്പോഴത്തേനും. അപ്പോൾ എപ്പോഴും ചേട്ടായി പറയുന്നത് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം, എപ്പോഴും ഒരേ സാധനങ്ങൾ തന്നെ കഴിക്കരുതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന ഡയറി മിൽക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ച് അവിടെ പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ വേഗം മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ മീനും മേടിച്ച് പിന്നെ ഫ്രൂട്ട്സ് മേടിച്ചു. തണ്ണിമത്തനും മുന്തിരിങ്ങയും മേടിച്ചത്. അങ്ങനെ അതെല്ലാം മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. വണ്ടിയെ കയറിയപ്പോഴാണ് തേങ്ങ മേടിച്ചില്ലല്ലോ എന്ന്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു കടയിൽ നിർത്തി അവിടുന്ന് തേങ്ങയും വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങളാരും ഇറങ്ങിയില്ല കേട്ടോ, ചേട്ടായി മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തേങ്ങയും മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ അത് ഇരുത്തി പോയിട്ട് വന്നപ്പോൾ തന്നെ ഇത്രയും മീൻ മേടിച്ചു. ഇത് നത്തല്, പിന്നെ മത്തി. അപ്പോൾ ഇത് ഏത് മീനാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സച്ചു ആദ്യമേ പറഞ്ഞ മീനാട്ടോ ഇത് പേര് പറയാൻ പറഞ്ഞോ, യാവോലിയാണേ. അപ്പോൾ ഇത് നമുക്ക് വറുത്ത മീനെല്ലാം വറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സച്ചുവിന് ഒരു കഷ്ണം തിന്നാലേ സച്ചുവിന് സമാധാനം കിട്ടത്തുള്ളൂ. അന്നേരം മീൻ വറുത്തു, ഞാൻ ചോറ് കഴിക്കട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.